UDFിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര്? ഈ ചോദ്യം ഏറെക്കാലമായി കേരളത്തിൽ ഉണ്ട്. കോൺഗ്രസ് നേതാക്കൾ തന്നെ അത് ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ഇതേ ചോദ്യമാണ് ഇന്ന് മാധ്യമപ്രവർത്തകർ KC വേണുഗോപാലിനോട് ചോദിച്ചത്. ചോദ്യം വളരെ സിമ്പിളായിരുന്നു. താങ്കൾക്ക് മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ടോ എന്നാണ്. അതല്ലെങ്കിൽ കേരളത്തിൽ ആരായിരിക്കും അടുത്ത UDFിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നും. പക്ഷേ മറുപടി പറയാൻ തയ്യാറായില്ല KC വേണുഗോപാൽ. അദ്ദേഹത്തിന് പറയാമായിരുന്നു, ഞാനല്ല, ഞാൻ മത്സരിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല, ഞാനിപ്പോൾ MP ആണ്, AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്, അത്തരം ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ട്, കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ താല്പര്യമില്ല എന്നൊക്കെ അദ്ദേഹത്തിന് പറയാമായിരുന്നു. വളരെ എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഉത്തരങ്ങളല്ലേ. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പറയാതെ മറ്റു പലതും പറഞ്ഞ് ഒളിച്ചുകളി നടത്തുന്നത്? കേൾക്കാം KC വേണുഗോപാലിൻ്റെ വാക്കുകൾ. അല്ല, നിങ്ങൾ ഇത് എത്രാമത്തെ പ്രാവശ്യമായി ചോദിക്കുന്നത്? അല്ല, എത്രാമത്തെ പ്രാവശ്യമായി ചോദിക്കുന്നത്? നിങ്ങളുടെ തന്നെ ചാനലിൽ ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടല്ലോ. നിങ്ങൾ തന്നെ ഇത് എന്നെ അല്ല, ഞാൻ തമാശയായിട്ടാണ് ചോദിക്കുന്നത്. ഞാൻ ഡിപ്ലോമാറ്റിക് ആയിട്ടല്ല സംസാരിക്കുന്നത്, ഞാൻ പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് സംസാരിക്കാറുള്ളത്. ഡിപ്ലോമാറ്റിക് സംസാരിക്കാൻ എനിക്കറിയില്ല. ഞങ്ങളെ അജണ്ട മാറ്റണ്ട. ഞങ്ങളുടെ അജണ്ട ഇന്ന് കൃത്യമായിട്ടും ഇതാണ് അജണ്ട. അതുകൊണ്ട് കൃത്യമായിട്ടും പറയല്ലേ, മുഖ്യമന്ത്രിയൊക്കെ തീരുമാനിക്കാൻ ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇത് കോൺഗ്രസിൻ്റെ ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇലക്ഷനാണ് നിങ്ങൾ ധരിക്കേണ്ട. ഇത് 10 കൊല്ലക്കാലമായിട്ട് കേരള ജനതയെ തകർത്തെറിഞ്ഞ ഒരു സർക്കാരിൽ നിന്ന് മോചനം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള, കേരളത്തെ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംസ്ഥാനമാക്കി മാറ്റിയെടുത്ത് ജനങ്ങൾക്ക് നന്മ കൊടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അവിടെ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി ഉണ്ടാവും, ഒരു പ്രയാസമില്ലാതെ മുഖ്യമന്ത്രി ഉണ്ടാവും. മുഖ്യമന്ത്രി വേണം, മുഖ്യമന്ത്രി ആവശ്യമാണ്. പക്ഷേ ഒരു വ്യക്തിയെ മുഖ്യമന്ത്രിയാക്കാനുള്ള തെരഞ്ഞെടുപ്പായിട്ടല്ല കോൺഗ്രസും UDFും ഇതിനെ കാണുന്നത്. മറിച്ച് കേരളത്തിലെ ജനങ്ങൾ അവരർഹിക്കുന്ന മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പായിട്ടാണ് കാണുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും ഏറ്റവും നല്ല ആള് മുഖ്യമന്ത്രിയായിട്ട് വരും. വളരെ സ്ട്രെയിറ്റ് ആയ ചോദ്യമാണ്. വളരെ എളുപ്പത്തിൽ KC വേണുഗോപാലിന് മറുപടി പറയാം. എനിക്ക് താല്പര്യമില്ല, ഞാൻ കേരള രാഷ്ട്രീയത്തിലേക്ക് തൽക്കാലം വരുന്നില്ല, MP ആയി ദില്ലിയിൽ പ്രവർത്തിക്കുകയാണ്, AICCയുടെ ജനറൽ സെക്രട്ടറിയാണ് എന്ന് പറയാമല്ലോ. പക്ഷേ KC വേണുഗോപാൽ പറയുന്നില്ല എന്ന് വെച്ചാൽ KC വേണുഗോപാലിൻ്റെ മനസ്സിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയുണ്ട്. UDF ജയിച്ചാൽ കേരളത്തിൽ ആരാകും മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം KC വേണുഗോപാൽ എന്നാണ്. തൽക്കാലം KC വേണുഗോപാൽ ആയില്ലെങ്കിൽ അത് രമേശ് ചെന്നിത്തലയായിരിക്കും എന്നതാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. KC വേണുഗോപാലിൻ്റെ വാക്കുകളിലും അതുണ്ട്. ചിലപ്പോൾ ഞാനാകാം, ഞാനുമുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ എന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് ഈ മറുപടിയിലൂടെ ചെയ്തിരിക്കുന്നത്.